ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടി യാത്ര പോവാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. ആദ്യം ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാവൽ ചെയ്യാം. അവിടുന്ന് എൻ്റെ കമ്പനിക്കാരൻ്റെ വീടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അഗി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷപ്പായി ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങളൊരു ക്യാബിൻ ബാഗും ഒരു ലഗേജുമാണ് എടുത്തിട്ടുള്ളത്, ലഗേജ് ബാഗുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം 10 കിലോയാണ് ഞങ്ങളുടെ മാക്സിമം അതിലുള്ള വെയിറ്റ്. പെർ പേഴ്സൺ 10 കിലോ ആണ്. അങ്ങനെ പറ്റാവുന്നൊക്കെ കുത്തി നിറച്ച് വേണ്ട സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ നേരെ കോയമ്പത്തൂർ എയർപോർട്ടേക്ക് വിടുക. അപ്പം മച്ചാൻ നമ്മളെ കൊണ്ടാക്കി തരാറുണ്ട്, എൻ്റെ കട്ട ചങ്കാണ്. അപ്പോൾ ഓനെയും കൂട്ടിയിട്ട് ഓനെ കസീനും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കറൻസിയൊക്കെ കൺവേർട്ട് ചെയ്തു. അങ്ങനെ നേരെ കോയമ്പത്തൂർ എയർപോർട്ട്. സോ ഇതാണ് കോയമ്പത്തൂർ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനിപ്പോൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു കോയമ്പത്തൂർ എയർപോർട്ട് കയറണം എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴാണ് സാധ്യമായത്. അങ്ങനെ നമ്മൾ ബാലിയിലേക്ക് സ്കൂട്ടാകാൻ പോകുന്നത് സ്കൂട്ട് എയർലൈൻസിലാണ്. കാരണം ഫുള്ള് മഞ്ഞ കളറിൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി പോലെ. ഇവരുടെ ഫ്ലൈറ്റ് കാണാൻ തന്നെ നല്ല രസമാണ്. ഫുള്ള് യെല്ലോ കളറായിട്ട്. അങ്ങനെ അവരുടെ വിങ്ങിൽ, എയറോപ്ലെയിനിൻ്റെ ഫ്ലൈറ്റിൻ്റെ വിങ്ങിലൊക്കെ നല്ലൊരു പിക്ചറൊക്കെ ആയിട്ടാണ് ഒരു അടിപൊളി സെറ്റപ്പാണ് എയർപോർട്ട് കാണാൻ. പക്ഷേ ഭയങ്കര ബാക്കിയുള്ള ഫ്ലൈറ്റ് മാതിരി അത്ര ലക്ഷറിയസ് ഒന്നുമല്ല, അത്ര സ്പേസൊന്നുമില്ല, ലെഗ് സ്പേസ് ഒന്നും അത്ര ഒരുപാടൊന്നുമില്ല. പക്ഷേ ഭയങ്കര ചീപ്പാണ് ഫ്ലൈറ്റ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് വേണം പറയാം. കുറച്ചുകൂടെ ഞങ്ങൾ ഈ ഒരു സീസൺ ടൈമിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര റേറ്റ് ആയിരുന്നു ഫ്ലൈറ്റിനൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയത് ഈ ഫ്ലൈറ്റാണ്. ബാക്കി നമുക്ക് സ്കൂട്ട് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലെ സ്റ്റാഫ്സിൻ്റെയും അതുപോലത്തെ എയർ ഹോസ്റ്റസിൻ്റെ ഒക്കെ കോപ്പറേഷനും അവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അവരുടെ സർവീസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരും, കാരണം നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ എനിക്ക് അധികം കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാ ഗൈസ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സ്കൂട്ട് എയർലൈൻസിൻ്റെ ഏതൊരു മിക്കി മൗസാണ് എന്തൊരു സംഭവമാണ് സ്കൂട്ടിൻ്റെ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. കിടിലനായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് പൊങ്ങും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ നിങ്ങൾ? ഫ്ലൈറ്റ് ഇപ്പം പൊങ്ങും കേട്ടോ ഗൈസ്. ഫൈനലി നമ്മളുടെ ഫ്ലൈറ്റ് പൊങ്ങി ടേക്ക് ഓഫ് ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എയറിലായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇനി നാളെ രാവിലെ സിംഗപ്പൂർ ടൈം ഒരു 6 മണിയാകുമ്പോൾ അവിടെ ലാൻഡ് ആവുന്നതാണ്. അപ്പോഴേക്കും ഇവിടെ ഫ്ലൈറ്റിൻ്റെ ലൈറ്റൊക്കെ ഓഫാക്കാനുള്ള പരിപാടിയാണ്. ലൈറ്റ് ഓഫായി. ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഉറക്കം വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഉറങ്ങിക്കാണാം. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഔട്ട് സൈഡ് ഞാൻ ജസ്റ്റ് വ്യൂ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. Hello guys, we are in Singapore airport. Yeah. അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിറ്റി മാതിരിയുണ്ട് എയർപോർട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് ടെർമിനലാണ് സിംഗപ്പൂർ എയർപോർട്ടിലെ. ഇവിടെ ഞങ്ങൾക്ക് 4 അവർ ലേ ഓഫ് ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, കണ്ടു തീർക്കാൻ 4 അവർ പറ്റാണ്ടാവും. പിന്നെ ഇവിടെ എന്താ പറയുക, ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ടെർമിനലിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ എസ്കലേറ്റർ മാതിരി സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ ശരിക്കും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിഫിക്കൽട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന സെറ്റാവില്ലേ. പക്ഷേ അത്രയ്ക്ക് ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഓരോ ടെർമിനലിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതാ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ
എൻ്റെ വൈഫിൻ്റെ ആഗ്രഹമാണ്. എൻ്റെ വൈഫിൻ്റെ മാത്രമല്ല എൻ്റെയും ആഗ്രഹം ഇവിടുത്തെ ഈ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയി കാണാൻ. പിന്നെ ഇവിടെ ഒരു കനോപ്പി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോകാൻ സമയം ഉണ്ടാവും അറിയില്ല. ഇതാ ആ ആകാംക്ഷയോടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ വേറെ കയ്യിലെടുക്കും, ബാക്കി എല്ലാത്തിനും പേടിയാണ്. പെണ്ണുങ്ങൾ ഇവിടെ പോയാലും പെണ്ണുങ്ങൾ തന്നെ ഇവിടെ കണ്ടില്ലേ, എല്ലാ മേക്കപ്പ് സാധനമൊക്കെ ഈ സാധനത്തിനുണ്ട്. എന്നിട്ട് ഇവിടെ പോയിട്ട് മേക്കപ്പ് സാധനം വെറുതെ നോക്കാൻ കയറിയാൽ പോലും വാങ്ങൂല പോലും. അങ്ങനെ ലേഡീസിൻ്റെ മേക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഡ്രസ്സാണല്ലോ. അപ്പോൾ അവിടെയും കയറാൻ മറന്നില്ല. ഇവിടെയും വാങ്ങാനായിരിക്കില്ല, നോക്കി നിൽക്കാനായിരിക്കും. പക്ഷേ അല്ല, വാങ്ങി. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ബട്ടർഫ്ലൈ കാണാൻ പോയി. ഇനി ഒരു സ്ഥലത്തും കയറില്ല എന്ന് വാക്കുന്നുണ്ട്. കാരണം കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിപ്പോകും. അതന്നെ വരുന്നു. ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കുമ്പം ഒരു ലുലു മാളിലോ അല്ലെങ്കിൽ ഒരു ഫിനിക്സ് മാളിലൊക്കെ കയറി ഒരു വൈബാട്ടോ ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെയുണ്ട് ഷോപ്പുകളും. ശരിക്കും നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെന്നൈയിലാണ്, അവിടെയൊക്കെ ഫിനിക്സ് മാളിലൊക്കെ ഉള്ള പോലത്തെ ഷോപ്പുകളും അങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മളെ ചെന്നൈ എയർപോർട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഷോപ്പുകളും ചെറിയ സെറ്റപ്പ്, ഇതിൻ്റെ ഒരു മിനി സ്ട്രക്ചറാണ് അവിടെ ഉള്ളത് ചെന്നൈ എയർപോർട്ടിലൊക്കെ. പക്ഷേ ഇവിടെ അതിഗംഭീരമാണ്. അങ്ങനെ ഞങ്ങളിതാ ടെർമിനൽ 3 ഇവിടെ മെട്രോ വരും. അതാണ് ഏറെ രസം. ഇതിനുള്ളിൽ മെട്രോ വരും അടുത്ത ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ്സിൽ മെട്രോ ഉണ്ടാവും. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ മെട്രോ കയറി നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം പോകുന്ന വഴിക്ക് ഓരോ ടെർമിനലിലേക്കുള്ള പാസേജ് നിങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടോ. അങ്ങനെ ടെർമിനൽ 3 ഞങ്ങൾ എത്തി. ഇവിടെയാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉള്ളത്. ഇവിടുന്നും എങ്ങോട്ടേക്കോ ഇങ്ങനെ നടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അറിയില്ല എവിടെയാണെന്നുള്ളത്. ഞങ്ങളിങ്ങനെ ചോദിച്ചു പോകട്ടോ ആൾക്കാരോട്. കുറേ പേര് അങ്ങോട്ട് കുറേ പേര് പറഞ്ഞ് വഴി തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ചാങ്കി എയർപോർട്ടിലെ ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതിലെ ഈ എൻട്രി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ ഒരു പൈനാപ്പിളിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് വന്ന് കിടക്കുന്നത്, പൊതിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് തൊടുമ്പം തന്നെ അവർ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ പാറി വരും. ഇത് പാറി വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എനിക്ക് ചെറുപ്പം മുതലേ ബട്ടർഫ്ലൈസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തന്നെ ഏട്ടൻ മേലെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, ഈ ഒരു ബട്ടർഫ്ലൈസും എന്നെയും ഈ ഒരു സ്ലോ മോഷൻ വീഡിയോയിൽ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. റീൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഏട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഗൈസ്. എന്തായാലും എല്ലാവരും സിംഗപ്പൂർ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം. പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസിന് ഓരോ നെയിംസ് കാര്യങ്ങളൊക്കെയാണ്, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിലുള്ളത്. ഇത് ബട്ടർഫ്ലൈസിൻ്റെ പൂപ്പാസാണ്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതാ ഒരു പൂമ്പാറ്റ അങ്ങനെ പാറി പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാത്തിനും കാണാൻ വേണ്ടിയിട്ട്. ഇവർ ഓരോ ബട്ടർഫ്ലൈസിൻ്റെ നെയിം കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് വന്ന് തേൻ കുടിക്കാനും അതിനൊക്കെ. മെയിനായിട്ട് ഈ പൂമ്പാറ്റകൾക്കൊക്കെ ഈ പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ പൈനാപ്പിളാണ് ഇവർ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഇവർ വന്നിട്ട് തേൻ കുടിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളെ തെച്ചി അങ്ങനത്തെ ഒരു പല ടൈപ്പ് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ആദ്യമൊക്കെ പൂമ്പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ റെയറാണ്. ഞാനിപ്പോൾ പൂമ്പാറ്റേനൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്നിനെ കണ്ടല്ല ഈ നാട്ടിലൊക്കെ. മെയിൻലി എന്താണെന്നുള്ള അറിയില്ല, ഇവർക്ക് തേനോ ഈ ചെടികളൊന്നും അങ്ങനെ ഇല്ലല്ലോ ഇപ്പം നാട്ടിൽ. ആ ഒരു മെയിൻറ്റെയിൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമായിരിക്കും. എനിക്ക് റെയറായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് കൂട്ടത്തോടുള്ള ബട്ടർഫ്ലൈസിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടെർമിനൽ 1 പോകാനുള്ള മെട്രോ സ്റ്റേഷൻ്റെ അവിടെ കാത്ത് നിൽക്കുകയാണ്, എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ. ഭയങ്കരമായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പം കുറേ സാൻഡ്വിച്ച് ബർഗറും പിന്നെ ഫുൾ ഫോറിൻ സ്റ്റൈൽ ഫുഡ്സൊക്കെ കണ്ട് വിശന്നിട്ട് വരിക കേട്ടോ. അപ്പം നല്ലോണം വിശക്കുന്നുണ്ട്, എന്താ വാങ്ങി കഴിക്കാമെന്നറിയില്ല. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ വയറ് നിറച്ചു. കാരണം ഞങ്ങൾക്ക് കുറച്ച് 2 മണിക്കൂറും കൂടി ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അവിടുന്ന് യാത്ര ഉണ്ട്, ഒരു 4 hours ബാലിയിലേക്ക് യാത്ര ഉണ്ട്. അപ്പം പിടിച്ചേക്കണ്ടേ. അപ്പം നല്ലോണം ഇവിടുന്ന് തട്ടി.
അപ്പം ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഫുഡ് ഇതാണ്. അപ്പം എന്തൊക്കെയാണ് ഡിഷസ് എന്നുള്ളത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, കണ്ട് മനസ്സിലായിക്കോളൂ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സ്കൂട്ടിൽ തന്നെ ഞങ്ങൾ ബാലിയിലേക്ക് യാത്ര തിരിച്ചു. അപ്പം ഇവിടുന്ന് നമുക്ക് ഡേ ടൈമായിട്ട് കിട്ടി. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം ഡേ ടൈമിൽ ഒരു ഫ്ലൈറ്റ് യാത്ര എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം മെല്ലെ ഇങ്ങനെ ഇവിടെ സിംഗപ്പൂർ എയർപോർട്ട് ഭയങ്കര ലോങ് കേട്ടോ. അങ്ങനെ ഇവർ മെല്ലെ മെല്ലെ പോയി പിന്നെ സ്പീഡ് കൂട്ടും. കുറേ ദൂരം മെല്ലെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്, മെല്ലെ മെല്ലെ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇങ്ങനെ പ്ലെയിന് പോകുന്ന ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, അത് അപ്പുറത്തേക്ക് ഒരു പ്ലെയിന് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് എപ്പോൾ എടുക്കും എന്നുള്ള ആകാംക്ഷയിൽ ഞങ്ങളിങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. യെസ്, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകാൻ തോന്നുന്നുണ്ട്. കാരണം സ്പീഡ് നന്നായിട്ട് കൂടി മെല്ലെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് സിംഗപ്പൂരിൽ നിന്ന് ബാലിയിലേക്കുള്ള നമ്മുടെ ഡേ ടൈം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. എനിക്കിങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത് കുറച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറയാം, ശരിക്കും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു ഡേ ടൈമിൽ ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഞാനൊരിക്കലും മുംബൈയിൽ നിന്നിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് നൈറ്റ് ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം കാഴ്ചകൾ ഞങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അത് നിങ്ങൾക്കും കൂടിയും കാണിക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ. പിന്നെ ഇതിൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം എങ്ങനെയാണ് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഈ ഫ്ലൈറ്റ് പോകുന്ന വോയിസ് തന്നെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എനിക്ക് വളരെ മനോഹരമാക്കാൻ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ പറ്റില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കുറച്ച് മ്യൂസിക്കൊക്കെ കയറ്റി നിങ്ങളെ ഹരം കൊള്ളിക്കുന്നതായിരിക്കും. ഓക്കെ, അടിപൊളി. അടിപൊളി ഗായ്സ്, എന്താ രസം നോക്കിയാട്ടെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ. ആദ്യമായിട്ടാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഇത് സത്യം പറഞ്ഞാൽ. ഇതൊരു കടലിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത്. നമ്മൾ എത്രയോ ഹൈറ്റിലാട്ടോ, താഴെ ചെറിയ ചെറിയ മേഘങ്ങൾ നമ്മൾ താഴത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന മേഘങ്ങളൊക്കെ എത്രയോ താഴത്താണ്. ഞങ്ങൾ എത്രയോ ഹൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുമ്പം രസമാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു പേടിയാവും ശരിക്കും. കാരണം ചില സമയത്ത് ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ പോകും. അപ്പം നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കൊരു നെഞ്ചിലൊരു കാളൽ കൂടി വരാറുണ്ട്. അങ്ങനെ ഫൈനലി വെൽക്കം ടു ബാലി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ബാലി എയർപോർട്ടും സിംഗപ്പൂരിൻ്റെ അത്ര അല്ലെങ്കിലും അടിപൊളിയാട്ടോ. അവിടെ മെയിനായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഇത്. അപ്പം ബാലി ഡെപെൻസർ എയർപോർട്ടാണിത്. അപ്പം അവിടെ കാഴ്ചകളൊക്കെ ഒട്ടനവധി ബാലിയുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാട്ടോ. ഇതൊക്കെ ബാലിയിൽ എവിടെ പോയാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം നമ്മളെ ഒരു ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ കേരള കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടിയാട്ടോ ബാലി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പാർട്ട് 1 ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ബാലിയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.